ഒരുപാട് നാളിന് ശേഷമാണ് നമ്മൾ വീണ്ടും ആട് വളർത്തൽ ആരംഭിക്കുന്നത്. കൊറോണയ്ക്ക് ശേഷം ആട് വളർത്തൽ നിർത്തി വെച്ചിരിക്കുകയായിരുന്നു. വീണ്ടും ആട് വളർത്തൽ ആരംഭിച്ചിട്ടുണ്ട്. നമ്മുടെ ഭക്ഷണക്രമം ഇതാണ്. ഭക്ഷണക്രമമാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇതുണ്ട്, ഇത് ഗോതമ്പ് തവിടും പരത്തിപ്പിണ്ണാക്കും ഗോതമ്പ് കുതിർത്തത്, ഇത് മൂന്നും കൂടാണ് ഇവർക്ക് കൊടുക്കുന്നത്. അപ്പം നമ്മുടെ നാട്ടിൽ ഭക്ഷണമൊക്കെ കഴിച്ച് ശീലമായി വരുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഫാമിലേക്ക് നിർത്താൻ പോകുന്ന ആടുകളാണ് ഇത്രയും നമ്മുടെ ഫാമുകളിൽ നിർത്തി വളർത്താനുള്ളതാണ്. നേരത്തെ നമ്മൾ ബീറ്റലാടുകളാണ് വളർത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ കുറച്ച് സിരോഹി തോത്താപ്പാരിയൊക്കെയാണ് വീണ്ടും നമ്മൾ ഫാമിലേക്ക് സെറ്റ് ചെയ്ത് കൊണ്ടുവരുന്നത്. കാർഷിക പാരമ്പര്യം നിലനിർത്തണമെങ്കിൽ നമ്മൾ ആരെങ്കിലുമൊക്കെ ഇവയൊക്കെ സംരക്ഷിക്കാൻ തയ്യാറാണ്. നമ്മുടെ നാട്ടിൽ ഒരുപാട് ആടുകൾ വന്നിറങ്ങുന്ന കാഴ്ച നമ്മൾ ധാരാളം കാണാറുണ്ട്, മീറ്റ് പർപ്പസിനായിട്ടുള്ള ആടുകൾ. കാരണം നമ്മുടെ നാട്ടിൽ ഉൽപ്പാദനം ഇല്ലാത്തത് കൊണ്ടാണ് അന്യ സംസ്ഥാനത്തെ നമുക്ക് ആശ്രയിക്കേണ്ടി വരുന്നത്. അപ്പോൾ ആട് കർഷകർക്ക് വേണ്ടുവോളം സാധ്യത നമ്മുടെ നാട്ടിലുണ്ട്. ധാരാളം ആടുകളെ വളർത്തിയാൽ വിറ്റ് പോകാൻ ഒരു പ്രയാസവും ഇല്ല. എത്ര കണ്ട് ഉൽപ്പാദനം ഉണ്ടെങ്കിലും വിറ്റ് പോകാനായിട്ട് ഒരു കാരണം. കാരണം ലോഡ് കണക്കിന് വണ്ടിയാണ് കേരളത്തിലേക്ക് ഇപ്പം മീറ്റിൻ്റെ ആവശ്യത്തിനായിട്ട് ആടുകൾ വരുന്നത്. അപ്പോൾ കർഷകർ ചിന്തിക്കേണ്ടത് മീറ്റ് ഉൽപ്പാദനം കൂടുതലുള്ള ആടുകളെ തിരഞ്ഞെടുത്ത് വളർത്തുന്നതിലാണ് കർഷകന് ലാഭം. നമ്മൾ ആ വീട്ടിലായിരുന്നു ആദ്യമേ നിർത്തിയിരുന്നത്. വീട്ടിൽ ഒരുപാട് കംപ്ലൈൻറ്റുകൾ ഉണ്ടാകുന്നതുകൊണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇപ്പോൾ ഇച്ചിരി മാറ്റം വന്നിട്ടുണ്ട്. നാഗടിവീക്ക സാധ്യത, ശരീരത്തുണ്ടാകുന്ന മുഴകൾ, ഇതൊക്കെ ഒരുപാട് അസുഖങ്ങൾ വീട്ടിലുണ്ടാകുന്നു. പിന്നെ വീട്ടിൽ നല്ല ആടുകൾ തന്നെയാണ്, ഒരുപാട് കർഷകർ ഇഷ്ടപ്പെടുന്ന ആടുകൾ തന്നെയാണ്. അതിന് വേണ്ട രീതിയിൽ നല്ല കെയറിങ് കൊടുത്തെങ്കിൽ മാത്രമേ വീട്ടിലാടുകളായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. നമ്മുടെ ഫാമിൽ മുഴുവൻ വീട്ടിലാടുകളായിരുന്നു നേരത്തെ. ഇപ്പം നമ്മൾ നല്ല ഗ്രോത്ത് വെക്കുന്ന തരത്തിലുള്ള സിരോഹി ആടുകളെ കുറച്ച് നമ്മൾ വീണ്ടും സെറ്റ് ചെയ്ത് കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ്. നമ്മുടെ കൂടിതാണ്. ആട് വളർത്താൻ വേണ്ടി മുകളിൽ ആടും താഴ്ഭാഗത്ത് കോഴിയായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. കുറച്ച് കോഴിയുണ്ട്. ഇനി ഇവിടെ നമ്മൾ ആടിനെ കെട്ടിയിട്ട് വളർത്താറില്ല, ആടിനെ അഴിച്ചു വിട്ട് വളർത്തിയാണ് നമ്മൾ ശീലിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇതെല്ലാം അഴിഞ്ഞു നടന്നാണ് കഴിക്കുന്നത്. കാരണം അതിന് സ്വാതന്ത്ര്യത്തോടു കൂടി അഴിഞ്ഞു. രാവിലെ നമ്മൾ അഴിച്ചു വിട്ടാൽ ഇതിന് മഴയൊക്കെ വന്നാൽ അത് തന്നെ ഓടി കൂട്ടി കയറിക്കോളും. ആ ഫുൾ ടൈം അവരിവിടാണ്. ആവശ്യത്തിന് അവർക്ക് കുടിക്കാനും വെള്ളം വെച്ചിട്ടുണ്ട്. നമ്മൾ നിർത്താനായിട്ട് ഉദ്ദേശിക്കുന്ന ഇവനെയാണ്. സിരോഹിയുടെ ടോപ്പ് ക്വാളിറ്റി വരുന്ന ഒരു മുട്ടനാണ്. ഇവന് 7 മാസം മാത്രമേ പ്രായമായിട്ടുള്ളൂ. പാൽപ്പല്ലി നിൽക്കുന്ന മുട്ടനാണ് കേട്ടോ. 7 മാസം മാത്രമേ ഇവന് പ്രായമായിട്ടുള്ളൂ. ഇപ്പോൾ 50 കിലോ ബോഡി വെയിറ്റ് ഉണ്ട്. അപ്പോൾ ഇവനെയാണ് നമ്മൾ ബ്രീഡിങ്ങിനായിട്ട് നമ്മുടെ ഫാമിൽ നിർത്താൻ പോകുന്ന മുട്ടൻ. നല്ല ടോപ്പ് ക്വാളിറ്റി സിരോഹി മെയിലാണ്. ഇവനെ ഇപ്പോൾ ഈ ഫാമിൽ നിർത്താൻ പോവുകയാണ്. പിന്നെ ഇത് പർപ്പസ് സിരോഹിയുടെ തന്നെ ചോക്ലേറ്റ് കളറ്. ഇത് സിരോഹി തന്നെയാണ്, പർപ്പസാരി എന്നാണ് ഇവരെ അറിയപ്പെടുന്നത്. ഇവരൊക്കെ നമ്മുടെ ഫാമിൽ നിർത്തിയിരിക്കുന്നതാണ്. 50 രൂപയാണ് ഈ ഒരു കെട്ടിന്. പ്രധാന ജംഗ്ഷനിൽ കച്ചവടമാണ്, എല്ലാ ദിവസവും കച്ചവടമുണ്ട് ഇവിടെ. അപ്പോൾ ഒരു കർഷകൻ പോയി വെട്ടിക്കൊണ്ട് വന്നിട്ട് നമ്മുടെ ഈ ഏരിയയിലുള്ള എല്ലാ കർഷകർക്കും അവിടെ നിന്നാണ് വാങ്ങാൻ പറ്റുന്നത്. 50 രൂപയ്ക്ക് കാശ് കൊടുത്ത് മേടിച്ചാണ് നമ്മൾ ഈ തോല് കൊടുക്കുന്നത്. പലയിടത്തും ഒരുപാട് കിട്ടാനുണ്ടാകും, പക്ഷേ നമ്മുടെ നാട്ടിലൊന്നും ഇത് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ കാശ് കൊടുത്ത് മേടിച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. 50 രൂപയുടെ ഒരു കെട്ടാണ്. നമ്മൾ 4 കെട്ട് മേടിച്ചിട്ടുണ്ട് 2 ദിവസത്തേക്ക്. ഈ ആടുകളൊന്നും ഇതുവരെ കഴിച്ചിട്ടുള്ളതല്ല നമ്മുടെ ഈ പ്ലാവല എന്ന് പറയുന്നത്. ഇവിടെ വന്ന് അവർ കഴിച്ചു തുടങ്ങിയപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ഇവർക്ക് ഈ പ്ലാവല. അതിനകത്ത് ഈ ഫൈബർ കണ്ടന്റ് കൂടുതൽ അടങ്ങിയിട്ടുണ്ട് പ്ലാവലക്കകത്തിൽ. അതുകൊണ്ട് തന്നെ ആടുകൾക്ക് ഗുണമാണ്, ആടുകൾക്ക് ഏറെ ഇഷ്ടമാണ്. ഇവിടെ വന്നാണ് കഴിച്ച് ശീലിച്ചത്. ഇപ്പോൾ നമ്മൾ കാണിച്ചല്ലോ 50 രൂപയാണ് ഈ ഒരു കെട്ടിന് നമ്മളിവിടെ വാങ്ങിക്കൊടുക്കുകയാണ്. അപ്പം ഇവരോടുള്ള ഇഷ്ടം കൊണ്ടാണ് നമ്മൾ ഇവരെയൊക്കെ പരിപാലിച്ച് പോകുന്നത്. ലാഭം മാത്രം ചിന്തിച്ച് നമ്മളെ കുറേ ആട് വളർത്തുന്ന് പറയുമ്പോൾ ഒരു ലോങ് പീരീഡ് വരുമാനമാണ്. അപ്പോൾ മാസങ്ങളോ ഡെയിലി വരുമാനം ഒന്നുമില്ല. കാർഷിക വരുമാനമൊക്കെ ആയിട്ടൊക്കെ കണക്കാക്കാൻ പറ്റുന്ന രീതിയിലാണ് ആട് വളർത്തലിൻ്റെ രീതി എന്ന് പറയുന്നത്. കുട്ടികളാണ് കർഷകൻ്റെ ലാഭം. ഒന്നിൽ കൂടുതൽ കുട്ടികളെ കിട്ടുമ്പോഴാണ് കർഷകർക്ക് ലാഭമാകുന്നത്. നീണ്ട 20 വർഷക്കാലം കൊണ്ട് നമ്മൾ ആടുകളെ വളർത്തുന്നുണ്ട്. ഇടയ്ക്ക് സ്റ്റോപ്പ് ചെയ്യും, വീണ്ടും തുടങ്ങും, ഇടയ്ക്ക് സ്റ്റോപ്പ് ചെയ്യും, വീണ്ടും തുടങ്ങും. അങ്ങനെ നിരന്തരമായിട്ട് 20 വർഷക്കാലം കൊണ്ട് നമ്മൾ ആടുകളെ സ്നേഹിച്ച് വളർത്തുന്നുണ്ട്. കാരണം അവയോടുള്ള ഇഷ്ടം കൊണ്ടാണ്, ലാഭം മാത്രം പ്രതീക്ഷിച്ചിട്ടല്ല. ഓരോരോ ബ്രീഡുകളോടുള്ള താല്പര്യമൊക്കെ കൊണ്ടാണ്. ധാരാളം കർഷകർ നമ്മുടെ കേരളത്തിലുണ്ട്. ഇതേപോലെ തന്നെ ആട് വളർത്തുന്നവർ. ഒരിക്കലും ആടുകളെ ഒഴിവാക്കാൻ അവർക്ക് മനസ്സ് വരില്ല. നഷ്ടമാണെങ്കിലും ശരി തന്നെ ആടുകളെ അവർ പരിപാലിച്ച് പോകുന്നുണ്ട്. കാരണം നല്ല നല്ല പശുക്കളെയും ആടുകളെയും ഒക്കെ വളർത്തേണ്ടത് നമ്മൾ തന്നെയാണ്. ഇവയൊക്കെ സംരക്ഷിക്കേണ്ടത് നമ്മൾ തന്നെയാണ്.
ഓരോ വീട്ടിലും ഓരോ ആട്, ഒരു പശുവിനെയൊക്കെ വളർത്തിയാൽ നമ്മുടെ കാർഷിക സമ്പത്ത് നിലനിൽക്കുന്നതിനോടൊപ്പം നല്ല ആഹാരങ്ങൾ നമുക്ക് കഴിക്കാനായിട്ട് സാധിക്കും. നമ്മുടെ പുതിയ തലമുറയെക്കുറിച്ച് അറിയാമല്ലോ, അവർക്ക് കൃഷിയോടൊന്നും യാതൊരു വിധമായ താല്പര്യമില്ലാതാണ് വളർന്നു വരുന്നത്. അപ്പോൾ അവരെയൊക്കെ നമ്മുടെ കാർഷിക ഒരു പാരമ്പര്യവും മനസ്സിൻ്റെ നന്മയിലേക്കൊക്കെ അവരെ കൂട്ടിക്കൊണ്ടുവരാൻ നമ്മൾ മനസ്സ് കാണിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള കാർഷിക വീഡിയോകളാണ് എല്ലാവരിലേക്കും നമ്മൾ എത്തിക്കേണ്ടത്. അവരെ കാർഷിക ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ ആടുകളെ വീണ്ടും വളർത്താൻ ആരംഭിച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ ശാസ്ത്രീയമായിട്ട് എങ്ങനെ കൂട് നിർമ്മിക്കാം, എങ്ങനെ ആടുകളെ വളർത്താം, ഏത് ആടുകളെയാണ് വളർത്താൻ നല്ലത് എന്നൊക്കെയുള്ള വളരെ വിശദമായിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനൽ വഴി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. തുടർന്നുള്ള വീഡിയോകൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ആട് വളർത്താൻ ആഗ്രഹിക്കുന്നവരും കൃഷി ചെയ്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരും സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ ഒരുപാട് ഉപകാരപ്രദമാകുന്ന വീഡിയോകളാണ് നമ്മൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. ദയവായി കാർഷിക വീഡിയോകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് എല്ലാവരിലേക്കും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒക്കെ നിങ്ങൾ മനസ്സ് കാണിക്കണം. തുടർന്ന് നമ്മൾ ഏത് ആടുകളെയാണ് നിങ്ങൾക്ക് നല്ലത്, ഏത് ബ്രീഡുകളാണ് നല്ലതെന്നൊക്കെ വളരെ വിശദമായിട്ട് നമ്മൾ നമ്മുടെ ചാനലിൽ പരിചയപ്പെടുത്തുന്നതായിരിക്കും. നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാർഷിക ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കാർഷിക ജീവിതം നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് വളരെ സന്തോഷകരമാണ് നമുക്കൊരു സമയം ഇവരോടൊപ്പം ചിലവിടുന്ന സമയങ്ങളിലൊക്കെ വളരെ സന്തോഷകരമായ നിമിഷങ്ങളാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അത് ആട് മാത്രമല്ല, വിവിധ തരത്തിലുള്ള പെറ്റുകളെ നമ്മൾ പലരും വളർത്തുന്നുണ്ട്. അപ്പോൾ അവയോടൊക്കെ ചിലവിടുമ്പോഴുണ്ടാകുന്ന സന്തോഷം വളരെ വലുതാണ്. അപ്പോൾ കൂട് ചെയ്ത് പ്രവൃത്തി പരിചയമുള്ളവർ, ആട്ടുംകൂട് ചെയ്ത് പ്രവൃത്തി പരിചയമുള്ളവർ നമുക്കുണ്ട്. അവർ കേരളത്തിൽ പല സ്ഥലത്തും കൂട് ചെയ്തുകൊണ്ടിരിക്കുന്നു, കൂട് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം വീണ്ടും ആട് വളർത്തലിലേക്ക് കർഷകർ ഇറങ്ങിയിട്ടുണ്ട്. കൊറോണയ്ക്ക് ശേഷം ഒരു മന്ദഗതിയിലാണെങ്കിലും വീണ്ടും ആട് വളർത്തൽ സജീവമായിട്ടുണ്ട്. അപ്പം നല്ല രീതിയിൽ കൂട് നിർമ്മിച്ച് പരിചയമുള്ളവരെ കൊണ്ട് കൂട് നിർമ്മിക്കുക. അതാകുമ്പോൾ നമുക്ക് ചിലവ് ചുരുക്കി ചെയ്യാൻ പറ്റും, സാധനങ്ങളൊന്നും വേസ്റ്റ് ആകത്തില്ല. അങ്ങനെയുള്ളവർ നമ്മുടെ കസ്റ്റഡിയിലുണ്ട്. വിളിച്ചാൽ അവരുടെ കോൺടാക്ട് നമ്പരൊക്കെ നമ്മൾ തരുന്നതാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ നമ്പർ ഉണ്ടാവും. അപ്പോൾ വിളിച്ചു കഴിഞ്ഞാൽ വാട്സാപ്പ് ചെയ്യുകയോ, വിളിച്ചാൽ കിട്ടിയില്ലേ വാട്സാപ്പ് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ കൂട് ചെയ്ത് പരിചയമുള്ളവരുടെ നമ്പർ തരും. അവരെ കൊണ്ട് നിർമ്മിച്ചാൽ നമുക്ക് അധികം ചിലവില്ലാതെ നല്ല വൃത്തിയുള്ള കൂടുകളും മനോഹരമായിട്ടുള്ള ആട്ടുംകൂടുകൾ നമുക്ക് നിർമ്മിക്കാൻ പറ്റും. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ധാരാളം ആൾക്കാരും നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള പ്രവാസികളും ഒക്കെ വന്ന് ഒരുപാട് വലിയ വലിയ ആട്ടുംകൂടുകളൊക്കെ നിർമ്മിച്ചപ്പോൾ ആടുകളൊന്നും അതിലില്ല. കൂടുകളൊക്കെ തുരുമ്പെടുത്ത് പോയ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. അതുകൊണ്ട് വലിയ മുതൽ മുടക്കല്ലാതെ തന്നെ നല്ല വൃത്തിയുള്ള കൂടുകൾ നമുക്ക് നിർമ്മിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത് പ്രവൃത്തി പരിചയമുള്ളവരെ കൊണ്ട് തന്നെ ചെയ്യിക്കുക. അങ്ങനെയുള്ളവർ നമ്മുടെ കസ്റ്റഡിയിലുണ്ട്. വിളിച്ചാൽ അവരെ വിട്ടു തരുന്നതാണ്. ഒരുപാട് നാളിന് ശേഷമാണ് ആട് വളർത്തൽ നമ്മൾ വീണ്ടും ആരംഭിക്കുന്നത്. കാരണം ഇത് ലാഭം മാത്രമല്ല, ഇവരോടൊക്കെ ഉള്ളൊരു ഇഷ്ടം, അതാണ് നമുക്ക് ഓരോ ബ്രീഡിനോടുള്ളൊരു ഇഷ്ടം. അതുകൊണ്ടാണ് ഇവരെ നമ്മൾ നല്ല രീതിയിൽ കെയർ ചെയ്യുന്നത്. അപ്പോൾ ലാഭം മാത്രം മുമ്പ് ചിന്തിച്ചുകൊണ്ട് നമ്മൾ ആട് വളർത്തലിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ലാഭത്തിൽ എത്തണമെന്നില്ല. അവരോടൊരു ഇഷ്ടവും അതിനോടുള്ള ക്രേസും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആട് വളർത്തൽ പൂർണ്ണമായിട്ടും വിജയത്തിലെത്താൻ സാധിക്കത്തേ ഉള്ളൂ. അപ്പോൾ ആട് വളർത്തലിനെക്കുറിച്ചും പശു വളർത്തലിനെക്കുറിച്ചും കാർഷിക കാഴ്ചകളൊക്കെയാണ് നമ്മുടെ ചാനലിൽ കൂടി നിരന്തരം നിങ്ങൾക്ക് വേണ്ടി പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ, നിങ്ങളുടെ സപ്പോർട്ടും ഉണ്ടാകണം. ഒരുപാട് കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കാനുണ്ട്. ഇപ്പോൾ രാജസ്ഥാനിൽ വന്നതിന് ശേഷം നമ്മൾ ഒരുപാട് ആടുകളെ നമ്മുടെ നാട്ടിലേക്ക് എത്തിയിരുന്നു. അതെല്ലാം ഓരോരോ വീടുകളിലേക്ക് പോയി നന്നായിട്ട് മുമ്പോട്ട് പോകുന്നു. അപ്പോൾ നമ്മുടെ ഫാമിലി സ്ഥിരം നിർത്തിയിരിക്കുന്ന ആടുകളെയാണ് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കാരണം നിങ്ങളുടെ ലൈക്ക് ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ലൈക്ക് അടിക്കുന്നതിന് പ്രത്യേകിച്ച് യാതൊരു വിധമായ ചിലവുകളും മറ്റു കാര്യങ്ങളും ഒന്നുമില്ല. നിങ്ങളുടെ വിലപ്പെട്ട സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ്. കാരണം കാർഷിക ജീവിതമാണ് നമ്മുടെ നാടിന് നിലനിൽപ്പിന് ആവശ്യം. നല്ല ആഹാരം കഴിക്കണമെങ്കിൽ ഓരോ കർഷകരുണ്ടായെങ്കിൽ മാത്രമേ. അപ്പോൾ അതുകൊണ്ട് തന്നെ കാർഷിക വീഡിയോയ്ക്ക് പരമാവധി പ്രാധാന്യം നിങ്ങൾ നൽകണം. വീഡിയോ പരമാവധി ഷെയർ ചെയ്യണം. ഫേസ്ബുക്കിലാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിരന്തരം നിങ്ങൾക്ക് കാർഷിക കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തുന്നതാണ്.